ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്നതിൽ CPM-നും സർക്കാരിനും ആശങ്ക. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അന്വേഷണ പരിധിയിൽ വരുമെന്നതാണ് പാർട്ടിക്ക് തലവേദനയാകുന്നത്. ദേവസ്വം ബോർഡിലടക്കമുള്ള ഉന്നതരിലേക്കും അന്വേഷണം പോകണമെന്ന കോടതി നിലപാടും പാർട്ടിയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ വീണ്ടും ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇന്നലെയും നമ്മൾ വാർത്ത നൽകിയതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അവരുടെ തന്നെ അറസ്റ്റ് ഏറെ വൈകി, തെളിവ് നശിപ്പിക്കാനുള്ള അവസരം കൊടുത്തു. ഒടുവിൽ ഹൈക്കോടതി കൃത്യമായി വിശദമായ അന്വേഷണം വേണം, ആരിലേക്കൊക്കെ പോകാമോ അവരിലേക്കൊക്കെ അന്വേഷണം എത്തിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് SITക്ക് ചെറിയൊരു ചലനമുണ്ടായത്. ഇതിപ്പോൾ ഉന്നതരിലേക്ക് വരും എന്ന് കേൾക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അടക്കം, N. വാസു അടക്കം, പത്മകുമാർ അടക്കം, ഇങ്ങേയറ്റത്ത് PS പ്രശാന്ത് വരെയുള്ളവർ അന്വേഷണ പരിധിയിലേക്ക് വരും എന്നാണോ? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. കാരണം CPM നോമിനിയായി ശബരിമലയിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൻ്റെ അറസ്റ്റും മുരാരി ബാബുവിനെതിരായിട്ടുള്ള നടപടിക്രമങ്ങളും വന്നപ്പോഴാണ് CPM-ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൃഷ്ണരാജ്. കാരണം മുരാരി ബാബുവിൻ്റെ മൊഴിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകം. തനിക്ക് തന്നോട് കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയ ദേവസ്വം ബോർഡ് ആയിരുന്നുവെന്നും അല്ലെങ്കിൽ തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു എന്നും പറയുമ്പോൾ കൃത്യമായി കോടതി കണ്ടെത്തിയ അതേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗൂഢാലോചനയിലൊക്കെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കടക്കം പങ്കുണ്ടെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന മൊഴി കൂടിയാണ് മുരാരി ബാബു നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ ഈ ചോദ്യമുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. കാരണം 2019 സ്വർണ്ണക്കവർച്ചയിലും 2025 ഈ സ്വർണ്ണക്കവർച്ച മറയ്ക്കുന്ന അതിനുള്ള ശ്രമത്തിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ബോർഡ് അംഗങ്ങൾക്കുമൊക്കെ കൃത്യമായ അറിവുണ്ടായിരുന്നതായി കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും അവരും ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ തന്നെ ഉന്നത നേതാക്കളായിട്ടുള്ള A. പത്മകുമാർ, N. വാസു, ഇപ്പോൾ PS പ്രശാന്ത് എന്നിവരടക്കമുള്ളവരാണ് ഇത്തരത്തിൽ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ഈ ഗൂഢാലോചനയിൽ ഒരു പങ്ക് അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് അത് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ, അതിനുള്ള തെളിവുകൾ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ ഇവരും അറസ്റ്റിലാകപ്പെടാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അംഗങ്ങളും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനുചരന്മാരും ഒക്കെ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്നൊരു സംഘത്തിന് പുറത്തേക്ക് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന രീതിയിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം ചെല്ലാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊക്കെ അടുത്തിടപഴകുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഈ സൗഹൃദമാണോ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ള സംശയം ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിനിടയിലുണ്ട്. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അപ്പുറത്തേക്കുള്ളൊരു ഗൂഢാലോചന ഈ സ്വർണ്ണക്കടത്തിൽ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കാനുള്ള തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണ സംഘം കടകംപള്ളി അടക്കമുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ CPM-ന് ഉണ്ടാകുന്നത് വലിയ തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ച് ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒന്നാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. കോടതി അന്വേഷണം പൂർത്തിയാക്കാൻ സമയം കൃത്യമായ ഇടക്കാല ഉത്തരവിലൂടെ അന്വേഷണം വ്യാപിപ്പിക്കണം. കൂടുതൽ പേർ ഇതിനകത്തുണ്ട്, അതെത്ര ഉന്നതരായാലും അവരിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ പറഞ്ഞ പശ്ചാത്തലത്തിൽ SITക്ക് അതനുസരിക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കടകംപള്ളി സുരേന്ദ്രനൊക്കെ ഒരുപക്ഷെ ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഉന്നതമായ ഗൂഢാലോചന എന്നുള്ളത് ദേവസ്വം ബോർഡും കഴിഞ്ഞ് സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിയടക്കം സംശയം മുന്നിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാന സർക്കാർ, അതായത് ദേവന്റെ മുതൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമൊക്കെ ഈ രീതിയിലുള്ള ഒരു ആരോപണ നിഴലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ തർക്കമില്ല. ഇതിനൊപ്പം തന്നെയാണ് 2018-19 കാലത്തെ ശബരിമല യുവതീ പ്രവേശന വിവാദമൊക്കെ ഈ സ്വർണ്ണക്കവർച്ചയ്ക്കുള്ള മറയായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളും ബലപ്പെടും. സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകും, പാർട്ടിക്കും അത് വലിയ തിരിച്ചടിയാകും. കൃഷ്ണരാജ്. ശരി. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്നതിൽ CPM-നും സർക്കാരിനും വലിയ ആശങ്കയാണ്. കാരണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ അന്വേഷണ പരിധിയിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്ന പേടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.